ഹലോ എവ്രി വൺ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കവിതയുടെ പേര് എ ഫ്രണ്ട് ബൈ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ്. ആദ്യമായിട്ട് നമുക്ക് പോയറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഹിസ് ഫേസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്ത് 17-ാം വയസ്സിലാണ്. അദ്ദേഹം ഏകദേശം 11,000-ൽ കൂടുതൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. First stanza. A friend is one who stands to share your every touch of grief and care. He comes by chance, but stays by choice. Your praises he is quick to voice. അപ്പോൾ ഫേസ്റ്റ് ലൈനിൽ ഇങ്ങനെയാണ് പറയുന്നത്, എ ഫ്രണ്ട് ഇസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രിഫ് ആൻഡ് ഷെയർ. ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ആരാണ്? നമ്മുടെ ഏതൊക്കെ സങ്കടം ആയിക്കോട്ടെ, ഏതൊക്കെ ആവശ്യങ്ങളായിക്കോട്ടെ, അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫ്രണ്ട് നിൽക്കുന്നത്. ഹീ കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. ഈ ഒരു കവിതയ്ക്കകത്തെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനായിട്ട് എനിക്ക് തോന്നിയത് ഈ ലൈനാണ്. ഒരു ഫ്രണ്ടെന്ന് വെച്ചാൽ അത് ബൈ ചാൻസിലാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. പക്ഷേ സ്റ്റേ ചെയ്യുക എന്നുള്ളത് അവനവൻ്റെ ചോയ്സ് പോലെയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 30 പേരുണ്ട്. ആ 30 പേര് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ബൈ ചാൻസില്ല. പക്ഷേ അതിനകത്ത് 1-2 പേരായിരിക്കും നമ്മുടെ ട്രൂ ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും. എന്താണ്? അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് കൂടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ്. നമുക്കറിയാം, നമ്മൾ 2 പേര് തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചാൽ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുക ആൾ തിരിച്ച് സംസാരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഒരു ട്രൂ ഫ്രണ്ട് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് നമ്മുടെ സുഹൃത്തിനെ നമ്മളെപ്പോഴും പ്രൈസ് ചെയ്യണം. ഇവിടെ പ്രൈസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലല്ല പറഞ്ഞിരിക്കുന്നത്, പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. ആ വ്യക്തിയെപ്പറ്റി നമ്മൾ നല്ലത് പറയുകയും നല്ലത് പറഞ്ഞ് എൻകറേജ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹീ ഈസ് ക്വിക്ക് ടു വോയിസ്. നമ്മളോട് തിരിച്ചും അതേപോലെ തന്നെയായിരിക്കും ആ ഒരു ഫ്രണ്ട് പെരുമാറുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. നോ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രീവസ് ഫോൾട്ട് എന്ന് വെച്ചാൽ വെരി സീരിയസ് ആയിട്ടുള്ള ഒരു ഫോൾട്ട് വന്നാലും, അതേപോലെ തന്നെ ഒരു പെട്ടെന്നുള്ള നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നാലും ഒന്നും നമ്മുടെ ആ ട്രൂ ഫ്രണ്ട് ഒരു എനിമിയായിട്ട് ഒരിക്കലും മാറത്തില്ല. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. നമ്മുടെ ആവശ്യം, നീഡ് എന്തായാലും അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ വ്യക്തി തരുന്നൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് എല്ലാം. നോ മാറ്റർ വെയർ യുവർ പാത്ത് മേ ടേൺ യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. അപ്പോൾ ഏതൊക്കെ പാതയിൽ നമ്മൾ തിരിഞ്ഞാലും, നമ്മുടെ പാത ഏതായാലും നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സേഫ്റ്റിയാണ് ആ ട്രൂ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറഞ്ഞാൽ കെയർ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നന്മ കാണുക എന്നുള്ളതാണ് ഒരു ട്രൂ ഫ്രണ്ടിൻ്റെ ചീഫ് കൺസേൺ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മുടെ ഡ്രീം എന്തൊക്കെയായാലും, അല്ലെ നമ്മുടെ ഡ്രീം എത്ര ചെറുതായാലും വലുതായാലും ആ ഒരു ട്രൂ ഫ്രണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സക്സസ് കാണാൻ വേണ്ടിയാണ്, നമ്മുടെ വിക്ടറി കാണാൻ വേണ്ടി മാത്രമാണ്. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. പറയണം, വേറെ ഒരു വിഷും അവൻ്റെ നാവിൽ നിന്ന് പറയാൻ പറ്റത്തില്ല, വേറെ ഒന്നും തന്നെ ഇല്ല. എന്താണ്? ഫ്രണ്ട് നന്നാവുക, അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ആ യഥാർത്ഥ സുഹൃത്തിൻ്റെ ഒരു ലക്ഷ്യം. ദ ലൈഫ് ഓഫ് ഹിം ഹൂ ഹാസ് എ ഫ്രണ്ട് ഇസ് ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്. പറയാണ്, ഒരു ട്രൂ ഫ്രണ്ട് കൂടെയുള്ളൊരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഡബിൾ ഗാർഡഡ് ആണ്, അവസാനം വരെ ഡബിൾ ഗാർഡാണ്. ഗാർഡ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്ന് പറയും. അപ്പം ഒരു ട്രൂ ഫ്രണ്ടുള്ള കൂടെ ഉള്ളപ്പം അവൻ്റെ ജീവിതം എന്താണ്? ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാത്ത ഡബിൾ ഗാർഡഡ് ലൈഫായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് ഈ ബ്യൂട്ടിഫുൾ പോയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.